ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിലിന്റെ അധ്യക്ഷതയിൽ കാസർകോട്ട് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം വിളിച്ചു ചേർത്തു. റേഷൻ വിതരണം സമ്പൂർണ്ണമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. തിങ്കളാഴ്ച രാവിലെ കാസർകോട്ടെ സർക്കാർ അതിഥി മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത ജില്ലയിലെ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് റേഷൻ വിതരണത്തിലെ തടസ്സങ്ങൾ മാറ്റി വിതരണം 100% എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ നൽകിയത്. നിലവിൽ 85% BPL കാർഡുകാരും ഈ മാസത്തെ റേഷൻ വാങ്ങിക്കഴിഞ്ഞുവെന്നും അടുത്ത മാസത്തെ ഭക്ഷ്യവിതരണത്തിലുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു. കെ സ്റ്റോറിന്റെ പ്രവർത്തനം മലയോര മേഖലയിൽ കൂടി ശക്തമാക്കാൻ സാധിക്കണം. കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ മലയോരവാസികൾക്കും തീരദേശവാസികൾക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഉറപ്പാക്കാൻ കഴിയണം. ഏറ്റവും പ്രശ്നങ്ങൾ നിറഞ്ഞ റേഷൻ കടകൾ കണ്ടെത്തി അവ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട്. മാത്രമല്ല സപ്ലൈകോയുടെ 13 ഉൽപ്പന്നങ്ങളും മുഴുവൻ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാക്കണമെന്നും മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഈ കാലവർഷക്കെടുതി വന്ന സമയം കുറച്ച് നീണ്ടു പോകും. അപ്പോൾ കോസ്റ്റൽ ഏരിയയിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും എഫ്സിയിൽ നിന്ന് NFSA നിന്ന് റേഷൻ ഷോപ്പിലേക്ക് അറിവില്ലാതെ കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോക്ക് ഉള്ളതാണ്. അതിനാൽ നമുക്ക് ആ സ്റ്റോക്ക് പുനഃസ്ഥാപിച്ച് എടുക്കാനുള്ള വേഗത കൂട്ടാൻ എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വീക്കായിട്ടുള്ള റേഷൻ ഷോപ്പുകൾ 15 ദിവസത്തെ പോലും സ്റ്റോക്ക് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള റേഷൻ ഷോപ്പുകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം കടകളാണ് എന്ന് അത് നമുക്ക് എങ്ങനെ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം എന്ന്. യോഗത്തിൽ കോഴിക്കോട് മേഖല സപ്ലൈകോ മാനേജർ ഷെൽജി ജോർജ്, കാസർഗോഡ് ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ആൻസി ഐസക്, താലൂക്ക് സപ്ലൈ ഓഫീസർമാരായ മാധവൻ പൊറ്റി, ബി കൃഷ്ണനായക്, കാസർഗോഡ് സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ എം രവീന്ദ്രൻ, കാഞ്ഞങ്ങാട് സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.